പൂർണ്ണമായും നശിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മുകൾ ഭാഗത്ത് വസ്ത്രവ്യാപാര കേന്ദ്രമാണ്, അതായത് കാലിക് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിലാണ് ആദ്യം തൊട്ടടുത്തുള്ള കടകളിലേക്ക് രണ്ടാം നിലയിലേക്ക് വരും. കാരണം ഏറ്റവും താഴെ തട്ടിലുള്ള ഷോപ്പുകൾക്ക് മാത്രമാണ് ഇനി തീ പിടിക്കാത്തത്. ബാക്കി കടകളൊക്കെ തന്നെ, ബാക്കി ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കാനുള്ളത് തൊട്ടടുത്ത് മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്, മറ്റൊരു കെട്ടിടമുണ്ട്. ഈ തീ പിടിച്ച കെട്ടിടത്തോട് ചേർന്ന് തന്നെ മറ്റൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഒരു പക്ഷേ അങ്ങോട്ടേക്ക് കൂടി ഈ കടക്കുകയാണെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ, അതായത് മറ്റൊരു കെട്ടിടത്തിന് കൂടി ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തടയുക എന്നുള്ളതാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട, അവർക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം. അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കാണാം. ആ ഭാഗത്തേക്ക്, അതായത് മറ്റു സമീപത്തെ കെട്ടിടത്തിലേക്ക് കൂടി അവിടെ തീ പടർന്നിട്ടില്ലെങ്കിൽ കൂടി അങ്ങോട്ട് കൂടി വെള്ളം അടിച്ച് അല്ലെങ്കിൽ അവിടെ കൂടി നനച്ചിടുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ നിലവിൽ തീ പിടിച്ചിട്ടുള്ള കാലിക് ടെക്സ്റ്റൈൽസിനുള്ളിലേക്ക് ഇതുവരെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പുറത്തുനിന്നും ഫയർഫോഴ്സിന് ചെയ്യാനാവുന്ന ഊർജിതമായ ശ്രമങ്ങളാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്നത്. ഏതാണ്ട് ആ ശ്രമം അല്പസമയത്തുണ്ട്, ഏതാണ്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നീണ്ട് അതിനുള്ളിൽ തന്നെ തീ അണക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ തീ പൂർണ്ണമായ നിയന്ത്രണവിധേയമാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇപ്പോഴും ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള വലിയ സംവിധാനങ്ങളുള്ള ഫയർഫോഴ്സ് എഞ്ചിനുകൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് തീ അണക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കെട്ടിടത്തിന്റെ അതൊക്കെ പിന്നെ ചർച്ച, ഇതിന്റെ ഇടയിൽ ആ ചർച്ച വേണ്ട. ഇതിപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇതാണ്. ആ പ്രശ്നത്തിനെ കുറിച്ച് നമുക്ക് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ബാക്കി എന്തെങ്കിലും പ്രശ്നമുണ്ട്, നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് സംസാരിക്കാം. പിന്നെ ശരി. സലാം തുടരുന്നുണ്ട്. സലാം, അവിടെ നിന്ന് നോക്കുമ്പോൾ അത് കൂടുതൽ സമീപത്തെ മറ്റ് കടകളിലേക്കും ഒക്കെ ഈ തീ പടർന്നു പിടിക്കുന്നതായിട്ട് ആണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? അതോ ഈ അഗ്നിശമന യൂണിറ്റുകളുടെ ഈ തീവ്രശ്രമത്തിൽ തീ കുറച്ചെങ്കിലും നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ദിവ്യ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് കൂടി തീ പടരുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയ ഈ അപകടത്തിന് നിലവിലുള്ള സ്ഥിതിയേക്കാൾ വലിയ രീതിയിലുള്ള ഒരു അപകടമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത്, അതായത് ഈ മറ്റു കെട്ടിടവുമായി ചേരുന്ന ഈ ഭാഗത്ത്, തീപിടുത്തമുണ്ടായ കെട്ടിടവും തൊട്ടടുത്ത് തന്നെ കെട്ടിടവും തമ്മിൽ ചേരുന്ന ഭാഗത്ത് കൂടുതൽ വെള്ളം അങ്ങോട്ടേക്ക് സ്പ്രേ ചെയ്ത് അങ്ങോട്ടേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തടയുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഇപ്പോൾ പ്രാഥമിക, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന കാര്യം. ആ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മറ്റു കെട്ടിടത്തിലേക്ക് കൂടി കൂടുതൽ വെള്ളം, അല്ലെങ്കിൽ ആ ഒരു കെട്ടിടം നനച്ചിട്ട് തീ പടരുന്നത് തടയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഈ കാലിക് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ആദ്യം തീപിടുത്തമുണ്ടായ സ്ഥാപനവും അതിന്റെ മുകൾ ഭാഗത്താണ്, ഏറ്റവും ഈ ബിൽഡിങ്ങിന്റെ, അതായത് ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഈ വസ്ത്രവ്യാപാര സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ആ കെട്ടിടം പൂർണ്ണമായും, അല്ലെങ്കിൽ ആ കച്ചവട സ്ഥാപനവും തൊട്ടടുത്തുള്ള ഒരു മരുന്ന് ഷോപ്പുണ്ട്, കൂടാതെ മൊബൈൽ ഷോപ്പുകളുണ്ട്. അങ്ങനെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി നശിച്ചു എന്ന് വേണ്ടി പറയേണ്ടി വരും. ഇനി മറ്റൊരു കെട്ടിടത്തിലേക്ക്, അതായത് തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്ക് തീ തടയുക എന്നുള്ളത്, അല്ലെങ്കിൽ തീ പടരുന്നത് തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടി സാധ്യമാവുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള നാശനഷ്ടത്തോടുകൂടി, അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ അപകടത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് തീ പടരുന്നത് തടയാനുള്ള എല്ലാവിധ ഊർജിതമായ എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, തീ പുറത്തുനിന്നും, അല്ലെങ്കിൽ ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിനുള്ളിലേക്ക് കടന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ഫയർഫോഴ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പുറത്തുനിന്നും കൂടുതൽ വെള്ളം സ്പ്രേ ചെയ്ത് തീ അണക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അത്യാധുനിക സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളുള്ള കൂടുതൽ ഫയർ എഞ്ചിനുകൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. അങ്ങനെ പുറത്തുനിന്നും തീ അണക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഏതാണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ, ഒരു മണിക്കൂറിനകം തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ കെട്ടിടത്തിന്റെ ചുറ്റുഭാഗത്തു നിന്നും, വിവിധ വശങ്ങളിൽ നിന്നും ഫയർ എഞ്ചിനുകൾ വെള്ളം ഉള്ളിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കെപ്പോഴും പേടിയുണ്ട്, ഞങ്ങളുടെ ഷോപ്പ് അതിന്റെ താഴെയൊക്കെ ഉള്ളത്. ശരി. അവിടെ ജില്ലാ കളക്ടറും മേയറും അതുപോലെ തന്നെ മന്ത്രി കെ ശശീന്ദ്രനും സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും ചേർന്ന് തന്നെയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നത്. പക്ഷേ ഈ തീവ്ര ശ്രമങ്ങളൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അത്രയധികം അഗ്നിശമന യൂണിറ്റുകളെത്തി വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും തീ കൂടുതൽ ആളിക്കത്തുന്നതാണ് കാണാൻ കഴിയുന്നത്. മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നു. അസ്ലം, 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് തീപിടുത്തം ആരംഭിച്ചിട്ട്. ഇനിയിപ്പോൾ ഈ തീ അണയ്ക്കാനുള്ള ഒരു മറ്റെന്തെങ്കിലും പ്ലാനിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ അഗ്നിശമന സേന?